ഹായ് ഡിയേഴ്സ്. നമ്മൾ ആരോടായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കുന്നത്? അത് നമ്മൾ നമ്മളോട് തന്നെയായിരിക്കും. ഞാൻ എന്നോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് അനുനിമിഷം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നമ്മളോട് തന്നെ സ്ഥിരമായി പറയുന്നത് എന്താണ്? അത് നമ്മുടെ ജീവിതത്തിനെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. സെൽഫ് ടോക്കിൽ നിന്നാണ് നമ്മുടെ വിശ്വാസങ്ങൾ രൂപപ്പെടുന്നത്. നിരന്തരം നമ്മൾ നമ്മളോട് തന്നെ ഒരേ കാര്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറും. ആ വിശ്വാസത്തിൽ നിന്നാണ് ചിന്തകൾ രൂപപ്പെടുന്നത്. അപ്പോൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ നമ്മുടെ സെൽഫ് ടോക്കിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നത്. ഇനി നിങ്ങൾ സ്വയം ഒന്ന് നോക്കുക. നിങ്ങൾ എന്താണ് നിങ്ങളോട് റിപ്പീറ്റായിട്ട് പറയുന്നത്? എന്നെ കൊണ്ടൊന്നിനും സാധിക്കില്ല, എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് സാമ്പത്തികമായിട്ട് ഉയരാനായിട്ട് സാധിക്കുന്നില്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് എപ്പോഴും വയ്യ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അസുഖമാണ്, എന്ത് ചെയ്തിട്ടും ഇത് മാറുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണോ? എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സെൽഫ് ടോക്ക് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ? ഇത് വളരെ പ്രധാനമാണ്. നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് നെഗറ്റീവായിട്ടുള്ള ചുറ്റുപാടുകളായിരിക്കും. അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാവുക. ഇതിനെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നിരന്തരം നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതിലെ വേർഡ്സ് നിങ്ങൾ നോക്കുക. നിങ്ങൾ നിരന്തരം നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് അതിലെ വേർഡ്സ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് നിങ്ങൾ പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുക. ഉദാഹരണം പറയാം, എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അസുഖമാണ് എന്നാണെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് ബോധപൂർവം തന്നെ കൊടുക്കുക. അങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ മനസ്സിൽ ആവർത്തിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും.